ഹായ് ഗായ്സ്, ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നല്ലോ PEE. സോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 2008-13 KTU സ്കീംസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഓർ ടോപ്പിക്സ് മാത്രം ഡിസ്കസ് ചെയ്യാനാണ്. ലെറ്റ്സ് ബിഗിൻ വിത്ത് കോഴ്സ് ഔട്ട്ലൈൻ. ഇലക്ട്രിസിറ്റി നമ്മുടെ കോർ ടോപ്പിക്കാണിത്. ബാക്കി എല്ലാ ടോപ്പിക്കിലും ഇത് യൂസ് ചെയ്യേണ്ടി വരും. മാഗ്നറ്റിസം യൂഷ്വലി ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണിത്. But with just a few formulas, it's very easy. ഈ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം കൂടി ചേരുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിസം ആകുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് വി ക്യാൻ മേക്ക് സം മെഷീൻസ്. ആ മെഷീൻസ് ആണ് ഇതിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് മോട്ടേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്. ഈ മെഷീൻസ് യൂസ് ചെയ്താണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കത്തിയടിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. ആസ് യു ക്യാൻ സീ എല്ലാ ടോപ്പിക്സും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം യൂസ് ചെയ്ത് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നു. അത് യൂസ് ചെയ്ത് മെഷീൻസ് ഉണ്ടാക്കുന്നു. ആ മെഷീൻസ് യൂസ് ചെയ്ത് പവർ ജനറേറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇലക്ട്രിസിറ്റി. Current moving in response to a voltage or field is electricity. It can be direct current or alternating current. Direct current DC പേര് പോലെ തന്നെ ഒരേ ഡയറക്ഷൻ മാത്രമേ പോകൂ, either positive or negative. Alternating current ഇച്ചിരി കോംപ്ലെക്സ് ആണ്. It keeps alternating between positive and negative as the name suggests. It can be single phase or multi-phase. Basic electrical elements കണ്ട് പരിചയം കാണുമല്ലോ. Now let's see how we can measure current, voltage, etc. We have an important law, Kirchhoff's law. 2008 തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് Kirchhoff's law. It has two laws, KCL and KVL. KCL or point law, it means algebraic sum of all currents entering a node is zero at any given instant. അതായത് currents entering a node will be zero. KVL or mesh law, algebraic sum of voltages around a closed path is zero at any given instant. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് algebraic sum and any instant. ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വി വിൽ ഡു ത്രൂ എക്സാമ്പിൾ. ദിസ് എക്സാമ്പിൾ നോക്കാം. ഇറ്റ് മീൻസ് വോൾട്ടേജ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഇസ് സീറോ. സൈൻ കൺവെൻഷൻ വെച്ച് ബാറ്ററിക്ക് ലോങ്ങർ സൈഡ് പോസിറ്റീവ്, ഷോർട്ടർ സൈഡ് നെഗറ്റീവ് ആണ്. കറണ്ട് എൻറ്ററിങ് എ റെസിസ്റ്റൻസ് ഇസ് പോസിറ്റീവ് ആൻഡ് ഗോയിങ് ഔട്ട് ഇസ് നെഗറ്റീവ്. വി ഹാവ് ടു യൂസ് ദിസ് കൺവെൻഷൻ ഇൻ ഓൾ അവർ സർക്യൂട്ട്സ്. First, identify the closed paths in our circuit. ഇവിടെ 2 പാത്ത് എടുക്കണം, 3 ഉണ്ടെങ്കിലും. ലെറ്റ്സ് നെയിം ഇറ്റ് I1 and I2. ഇനി എല്ലാ എലിമെൻസിനും പൊളാരിറ്റി കൊടുക്കണം. ബാറ്ററി ലോങ്ങർ സൈഡ് പോസിറ്റീവ്, ഷോർട്ടർ സൈഡ് നെഗറ്റീവ്, കറണ്ട് എൻറ്ററിങ് പോസിറ്റീവ്, ഗോയിങ് ഔട്ട് നെഗറ്റീവ്. 2 ലൂപ്പ് കറണ്ടിലും ഒരുമിച്ച് പോകുന്ന എലിമെൻറ്റ് തൽക്കാലത്തേക്ക് വിട്ടേക്കൂ. വി വിൽ കം ബാക്ക് ടു ഇറ്റ്. ഇനി ലൂപ്പ് ഇക്വേഷൻ ഫോർ I1. ലൂപ്പ് കറണ്ട് ബാറ്ററിയിൽ പോകുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. That means increasing, so positive 4 എഴുതണം. ലൂപ്പ് കറണ്ട് 2 ohm റെസിസ്റ്റർ കൂടി പോകുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആവുന്നു. ദാറ്റ് ഈസ് റെഡ്യൂസിങ്. സോ വി ക്യാൻ റൈറ്റ് ദ വോൾട്ടേജ് ആസ് -2 I1. അതുപോലെ -3I ആൻഡ് ബാറ്ററി നെഗറ്റീവ് ടു പോസിറ്റീവ് ആയതിനാൽ +2. ഇനി നടുക്കുള്ള 2 ohm റെസിസ്റ്റർ കൂടി ബോത്ത് I1 ആൻഡ് I2 ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഏത് ലൂപ്പാണ് ഉദ്ദേശിക്കുന്നത് ആ കറണ്ട് എടുക്കണം. ഇവിടെ I1 ആയതുകൊണ്ട് I1ൻ്റെ സൈൻ കൺവെൻഷൻ എടുക്കുക. ആൻഡ് സിൻസ് ബോത്ത് ദ കറൻറ്റ്സ് ആർ ദെയർ വി ഹാവ് ടു യൂസ് I1 minus I2, ദ നെറ്റ് കറൻറ്റ്, ആൻഡ് ദ വോൾട്ടേജ് വുഡ് ബി -2 I1 minus I2. ഇക്വേഷൻ നമുക്ക് അൺനോൺ ആൻഡ് നോൺ ക്വാണ്ടിറ്റി ആയിട്ട് എഴുതുക, സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. Now let's write the loop current for I2. Polarity വെച്ച് സൈൻ കൊടുക്കുക.
positive to negative minus 2i2, positive to negative minus 4. Common resistance i2 യുടെ സൈൻ വേണം കൊടുക്കാൻ. And since the net current will be i2 minus i1, minus 2 i2 minus i1. Equation solve ചെയ്യാൻ വേണ്ടിയിട്ട് unknown and known quantities ആയിട്ട് എഴുതുക, എന്നിട്ട് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം ഫോർ മെഷ് അനാലിസിസ്. ആദ്യം ലൂപ്പ് കറൻറ്റ്സ് i1, i2, i3 എഴുതണം. പിന്നെ പൊളാരിറ്റി ഇടണം എക്സെപ്റ്റ് ഫോർ ദ കോമൺ എലിമെൻറ്റ്സ്. Negative, positive, current entering is positive, current coming out is negative. Current entering is positive, current coming out of a resistance is positive. Similarly, and for battery, smaller side is negative and bigger side is positive. ഇവിടെ രണ്ട് common elements ഉണ്ട്, 1 ohm and 2 ohm. For loop equation 1, here negative to positive increasing ion to 5 volt, positive to negative reducing ion to minus 5 i1. Common element ആയ 1 ohmil കൂടെ i1 loop current ന്റെ sign കൊടുക്കുക. So it will be negative 1 and the net current will be i1 minus i2. For loop current i2, equation known and unknown quantities ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. So that നമുക്ക് കാൽക്കുലേറ്ററിൽ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. For loop equation i2, ഇവിടെ രണ്ട് കോമൺ റെസിസ്റ്റേഴ്സും ഉണ്ട്, 1 ohm and 2 ohm. രണ്ടിലും ലൂപ്പ് കറണ്ട് i2യുടെ സൈനാണ് കൊടുക്കേണ്ടത്. ആദ്യം minus 2i and net current of i2 minus i3. Again sign of i2, it is reducing, so negative 1 into i2 minus i1. Write the equation in terms of unknown and known quantities. ഇനി നമുക്ക് മൂന്നാമത്തെ ലൂപ്പ് ഇക്വേഷൻ ഫോർ i3 എഴുതാം. ഇവിടെ 2 ohm റെസിസ്റ്റൻസ് മാത്രം ആണ് കോമൺ എലിമെൻ്റ് ആയിട്ടുള്ളത്. അതിൽ നമുക്ക് i3യുടെ ഡയറക്ഷൻ സൈൻ ആണ് കൊടുക്കേണ്ടത്. നെഗറ്റീവ് ടു പോസിറ്റീവ് ഇൻക്രീസിങ് ആയതുകൊണ്ട് പ്ലസ് 10 volt. i3 going in is positive, coming out is negative, so it is minus 2 into net current is i3 minus i2, and again positive to negative reducing, so minus 3 i3. വീണ്ടും ഇക്വേഷൻ known and unknown quantities ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഓപ്പൺ ദ ബ്രാക്കറ്റ്സ്, write the quantities for i1, i2, i3 on one side and the number on the other side. ഇനി i1, i2, i3 നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാവുന്നതാണ്.